മസ്താനി അന്ന് മുൻപ് പറഞ്ഞൊരു കേസുണ്ട്. നന്ദിത അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സവാദിനെ ഏത് വിധേനയും ഇനിയും ജയിലിലാക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരുപക്ഷെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കുറച്ച് നാളുകൾക്ക് മുന്നേ KSRTC ബസ്സിൽ മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം കാണിച്ച സവാദ് എന്ന് പറയുന്ന ഒരു പരമനാറിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇവനെ വീണ്ടും പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ വെച്ചിട്ട് വീണ്ടും വേറൊരു പെൺകുട്ടിയുടെ നേരെ ഇതുപോലെയുള്ള പോകൃത്രം കാണിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്ര കിട്ടിയാലും ഇവനൊന്നും പഠിക്കത്തില്ല. അന്ന് ഈ മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ ഇവൻ ഈ ഒരു പരിപാടി കാണിക്കുന്ന സമയത്ത് ഇവനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മെൻസ് അസോസിയേഷനിലെ വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്നൊക്കെ പറയുന്ന ഒരു വിവരം കെട്ടവനൊക്കെ വന്നിരുന്ന് ഇവനെ പൂമാലയിട്ടൊക്കെയായിരുന്നു സ്വീകരിക്കുന്നത്. ഇപ്പൊ അവന്മാർക്കൊന്നും ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ വയ്യ. ഇവനെ ഇപ്പം പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നതൊക്കെ കണ്ടിട്ട് അവൻ വന്നിരുന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലാൻ ചെയ്തിട്ട് വീണ്ടും ഇവനെ അകത്താക്കി എന്നുള്ള രീതിയിലാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റുമോ? ഇവൻ ഓൾറെഡി ഇതുപോലെയുള്ള ഒരു കേസിൽ ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് പിന്നെയും ഇവനെ ഇതുപോലെ വീണ്ടും റിപ്പീറ്റഡ്ലി ഇവനെ ഇതുപോലെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നിയമത്തിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലേ? ഇതുപോലെയുള്ള ഒരുത്തന്മാർക്കൊന്നും ഒരിക്കലും ജാമ്യം കൊടുക്കരുത്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യണ്ടേ? ഇവനെ പോലെയുള്ള പരമനാറികളൊക്കെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ നാളെ വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതും KSRTC പോലെയുള്ള ബസ്സിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ് ഇവൻ ഇരുന്നിട്ട് ഇമാതിരി പരിപാടികൾ കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവനെ പൂമാലയിട്ട് സ്വീകരിച്ച വട്ടിയൂർക്കാവ് അജിത്തിന്റെ ഒരു പ്രതികരണമുണ്ട്. അത് നമുക്കൊന്ന് കാണാം. അജിത് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വട്ടിയൂർക്കാവ് അജിത് കുമാർ, നിങ്ങൾ പുതിയ മാലയ്ക്കും ലഡുവിനും ഒക്കെ ഓർഡർ കൊടുത്തോ സവാദിനെ സ്വീകരിക്കാൻ? സവാദിന് മാല ഇടേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിടും. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ. നിങ്ങളുടെ പ്രോത്സാഹനമായിരിക്കും രണ്ടാമതും വാഹനത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ അയാൾക്ക് പ്രചോദനമായതല്ലേ? തീർച്ചയായിട്ടും. ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവന് പൂമാല ഇട്ടിട്ടായിരുന്നു ഇവന്മാരൊക്കെ പോയിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവനൊക്കെ കാരണമാണ് ഇവനൊക്കെ വീണ്ടും ഇതുപോലെ റിപ്പീറ്റഡ്ലി ഇതുപോലെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ പറയുന്നു ഇതിപ്പോ എന്താണ് ഇവിടെ തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹം ഏതെങ്കിലും ഇത് പരാതിക്കാരി ആരെന്ന് പോലും വ്യക്തമല്ല. അന്ന് മസ്താനി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി തെളിവ് സഹിതം, അതായത് വീഡിയോ ഉൾപ്പെടെ എടുത്ത് കാണിക്കുന്ന സമയത്ത് പോലും നീ ഒന്നും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ നിനക്കൊക്കെ തെളിവ് വേണം, പരാതിക്കാരികൾ ആരാന്നറിയണം. എന്തോന്നടേ ഇത്? എവിടെങ്കിലും പരാതിക്കാരിയുടെ ഫേസ് കാണിച്ച ചരിത്രമുണ്ടോ? ഒരിക്കലും വിക്ടിമായിട്ടുള്ള വ്യക്തികളുടെ ഫോട്ടോയോ വീഡിയോ ഒന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, അവർക്ക് പബ്ലിക്കിന്റെ മുന്നിൽ വരാൻ താല്പര്യം ഉണ്ടാവത്തില്ലായിരിക്കാം. ഇവൻ എന്തുവായി വിളിച്ചു പറയണത്? പിന്നെ പരാതിക്കാരി അറിയുന്ന എന്തിനാണ്? വേട്ടയാടാനാണോ? എന്തേ പരാതിക്കാരിയെ അറിയുന്നത് എന്തിനാണ് നിങ്ങള്? അല്ല, മുൻപ് ഇതുപോലെ നന്ദിതയോട് ചെയ്തത് ആവർത്തിക്കാനാണോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, മുൻപ് മസ്താനി ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നിരുന്നല്ലോ. എന്നിട്ട് ആ കേസ് ഇപ്പൊ എന്തായി? അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? ഏത് കേസില്? അപ്പൊ നമ്മൾ ഒരാളിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മതിയായിട്ടുള്ള തെളിവുകൾ വേണം, അല്ലെങ്കിൽ കോടതിയിൽ അത് നിലനിൽക്കില്ല. പക്ഷേ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വ്യക്തത വന്നിട്ടില്ല. ഇയാൾക്ക് നാണവും മാനവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ വട്ടിയൂർക്കാവ് അജിത്ത്. ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ വട്ടിയൂർക്കാവ് അജിത്തിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഫോൺ എടുത്തിട്ട് ഇയാൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല. അപ്പോഴേ കോള് കട്ട് ചെയ്തിട്ട് ഓടുവാണ്. അതായത് പറയാൻ വേറെ മറുപടിയില്ല. എൻ്റെ മറുപടി 24 ന്യൂസിനകത്ത് വരും, അല്ലെങ്കിൽ വേറെ ന്യൂസ് ചാനലുകൾ വരും. ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ ഫോൺ കട്ട് ചെയ്യുവാണ്. ഇയാൾക്ക് ഫോണിൽ 5 മിനിറ്റ് പോലും നേരെ നമ്മുടെ അടുത്തൊന്നും സംസാരിച്ച് നിൽക്കാൻ പോലും ഇയാളെ കൊണ്ട് പറ്റുന്നില്ല. അതായത് ഇയാളും ഈ ഒരു കുറ്റത്തിന് എൻകറേജ് ചെയ്ത് കൊടുത്തൊരു വ്യക്തിയായിട്ടേ ഞാൻ പറയത്തുള്ളൂ. മെൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിവാസം കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ശരിക്കും ഇവന്റെ പേരിലൊക്കെ കേസെടുക്കണം. പരാതിക്കാരി ആരാണെന്നോ അത് മസ്താനി അന്ന് മുൻപ് പറഞ്ഞൊരു കേസുണ്ട്. നന്ദിത അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സവാദിനെ ഏത് വിധേനയും ഇനിയും ജയിലിലാക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതായത് നന്ദിത, അതായത് ഈ മസ്താനി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് വിധേനയും സവാദിനെ ജയിലിലാക്കുമെന്ന്. അപ്പൊ ഇപ്പൊ സവാദ് അകത്താവാൻ കാരണം മസ്താനിയാണെന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത്. ഇവനൊന്നും ഒരു ബോധവും ഇല്ല, ഇവനൊന്നും വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ലാത്തവന്മാരെ കേട്ടോ ഇവനൊക്കെ. ഒരുപക്ഷെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ബസ്സിൽ മോശം പെരുമാറാൻ സവാദിനെ ആരെങ്കിലും പ്രേരിപ്പിച്ചതാണെന്നോ? എങ്ങനെയാണ് അയാൾ ചെയ്ത കുറ്റകൃത്യം മറ്റൊരാളുടെ പ്രേരണയാകുന്നത്? എങ്ങനെയാണ്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി വേറെ ഏതോ പെൺകുട്ടികളെയും കൊണ്ട് മനഃപൂർവ്വം ഒരു കേസ് കൊടുത്ത് ഇവനെ പിടിച്ചകത്താക്കി എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന വട്ടിയൂർക്കാവ് അജിത്ത് പറഞ്ഞു വരുന്നത്. തനിക്കൊക്കെ ഉളുപ്പുണ്ടോ? അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ ഈ മെൻസ് അസോസിയേഷൻ്റെ ഒക്കെ പുറകെ നടപ്പുണ്ട്.
നിങ്ങൾക്കൊക്കെ ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു വിലയുണ്ട്. അതായത് പ്രത്യേകിച്ച് ചാനൽ ചർച്ചയിൽ പല വിഷയങ്ങളിലും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഒരുപാട് പേർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. സ്വന്തം വില കൊണ്ടുവന്ന് കളയരുത്. ഈ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്ത് നിന്ന് ന്യായീകരണമുണ്ട്. കാര്യം ഇവനെ പോലുള്ളമാർക്കോ ബോധമില്ല. പക്ഷേ രാഹുൽ ഈശ്വർ അങ്ങനെയുള്ള വ്യക്തിയാണോ? LLB ഒക്കെ പഠിച്ചൊരു വ്യക്തിയല്ലേ? എന്നിട്ട് അങ്ങേര് ഇങ്ങനെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം തോന്നുന്നു എനിക്ക്. അല്ല, ഇതിപ്പോ ഈ ഏതോ ഒരു പെൺകുട്ടിയെ എന്തോ ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്നു. ഏതോ ഒരു പെൺകുട്ടി അല്ലല്ലോ ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ. പോലീസ് അവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആളെ അറിയണം, ആളാരാണ് എന്ന് നിങ്ങളെ ധരിപ്പിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? സമൂഹ മാധ്യമത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യാനാണോ? 6 മിനിറ്റ് മോശം പെരുമാറ്റം നേരിട്ടതിന് അതിൽ പ്രതികരിച്ച പെൺകുട്ടി ഇതാ അല്പം മുമ്പ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. 2 വർഷമായിട്ടും താൻ അനുഭവിക്കുന്ന ട്രോമ എന്താണ് എന്നത്. വളരെ സത്യമാണ്. അന്ന് ആ ഒരു പ്രശ്നത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് ഈ സവാദിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മസ്താനി കുറ്റപ്പെടുത്തുന്നത് മസ്താനിയുടെ ഡ്രസ്സിനെ പറ്റിയിട്ടായിരുന്നു. മസ്താനിയുടെ കോലം കണ്ടില്ലേ, അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ, അപ്പം ഇങ്ങനെയുള്ളവളാണത്, അതായത് അവൾ വെറും മോശക്കാരിയാണ് എന്നുള്ള രീതിയിലായിരുന്നു സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും ആ ഒരു പെൺകുട്ടിയെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. പോരാത്തതിനുള്ള സൈബർ ബുള്ളിങ്, ഇതെല്ലാം ഇത്രയും നാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു പെൺകുട്ടി. അതിനൊന്നും ഒരു ശകലം വാല്യൂ പോലും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വളരെ തോന്നിവാസമല്ലേ ഇത്? എന്നിട്ട് ഇവനെ പോലുള്ളമാർ വീണ്ടും ഇപ്പം വന്നിരുന്നിട്ട് ഈ ഒരു കുറ്റവും ആ ഒരു പെൺകുട്ടിയുടെ മണ്ടയിലോട്ട് ഇടുവാണ്. നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്തത് എന്താണെന്നുള്ളത് സമൂഹ മാധ്യമത്തിൽ ഇഷ്ടപ്പെടുന്നതൊന്നും ചെയ്യാൻ കഴിയാതെ ജീവിക്കേണ്ടി വന്ന 2 വർഷത്തെക്കുറിച്ച് ഇതിനോടകം എത്ര പേർ ഇതിനൊന്നും പോകാൻ വയ്യ എന്ന് കരുതി ഇത് സഹിച്ച് പോയിട്ടുണ്ടാകും എന്നറിയാമോ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നന്ദിതയുടെ കൂടെ ആയിരുന്നല്ലോ ഈ 2 ദിവസം ഈ ആരോപണം ഉന്നയിച്ച് 2 ദിവസം ആ പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ. പിന്നീട് വന്ന് പറഞ്ഞ രീതി ഇൻസ്റ്റഗ്രാം ID പറഞ്ഞുകൊണ്ടാണോ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു യുവാവിനെതിരെ? അത് വളരെ വ്യക്തമായിട്ട് വീഡിയോ ഉൾപ്പെടെ എടുത്തു വെച്ചിട്ടായിരുന്നു ഈ ഒരു പെൺകുട്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെറുതെ ഒരു ആരോപണമല്ല. അങ്ങനെ വെറുതെ ഒരാൾ നമ്മുടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്തിനിറങ്ങി ഓടണം ആ ബസ്സിൽ നിന്ന്? അന്ന് കണ്ടക്ടറും എല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു അവനെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഒരു കൂസലും ഇല്ലാതെയാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഇവനൊക്കെ ഈ പറയുന്ന നാറികളെയൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത്. പുച്ഛം തോന്നുന്നു ഇവനോടൊക്കെ. ഇനി ഈ മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അന്നൊരു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്ന കമൻസ് ഞാൻ ഇവിടെ വായിച്ചു തരാം. ദി സെയിം ഗായ് ഡിഡ് ദിസ് ടു മീ ഇൻ ദി സെയിം റൂട്ട്. ഐ വാസ് ടോട്ടലി ഡിസ്കസ്ഡ് ആൻഡ് ഇറിറ്റേറ്റഡ്. വെൻ ഹി ഫീൽഡ് ദാറ്റ് ഐ ആം ഗെറ്റിംഗ് ആംഗ്രി ഹി ലെഫ്റ്റ് ഓഫ് ഫ്രം ദി സീറ്റ്. ഐ തിങ്ക് ദിസ് ഈസ് ഹിസ് റുട്ടീൻ പ്രോസസ് ടു ഡു ദിസ് കൈൻഡ് ഓഫ് റബ്ബിഷ് തിങ് ടു ഗേൾസ്. കേട്ടല്ലേ, ഇത് ഒരു പെൺകുട്ടി. അതിൻ്റെ താഴെ വേറൊരു കമൻറ്റും കൂടി ഉണ്ട്. ഐ എം ഷോക്ക്ഡ് ടു സീ ദിസ് വീഡിയോ because I had a similar experience with this same man last week when I was traveling from Kochi to Kozhikode in KSRTC. The bus stopped at Thrissur bus stand for a while. When he came and sat next to me, even though it was a lady's seat, and acted as if he was searching for something in his bag. കണ്ടല്ലേ, ഇത് 2 പെൺകുട്ടികൾ അന്ന്, അതായത് മസ്താനി ഇവനെ പറ്റിയിട്ട് വീഡിയോ ഇട്ട സമയത്ത് വന്ന കമൻ്റാണ്. 2 പെൺകുട്ടികൾ വന്ന് എഴുതിയിട്ടിരിക്കുന്ന കമൻ്റാണ്. അന്നേ ഇവനെ പറ്റിയിട്ട് ഒരുപാട് പെൺകുട്ടികൾ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ അവൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ വട്ടിയൂർക്കാവ് അജിത്തിൻ്റെ ഭാഗത്തുനിന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പം വീണ്ടും ഇതുപോലെ ഒരു കേസ് വന്നപ്പോഴും ഇവനെ പോലെയുള്ള നാറികളൊക്കെ ന്യായീകരിക്കുമെന്ന് പറഞ്ഞുണ്ടല്ലോ, നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഇന്ന് മസ്താനി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഒരു പ്രതികരണമുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഒരു പെണ്ണിനെ ധൈര്യം വന്നത് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അതിനെതിരെ എന്തും കാണിച്ചു. ബട്ട് അവൻ ഇങ്ങനെയാണ്, എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനൊരു ദിവസം വരുമെന്ന്. കാരണം അത്രയും നമ്മളിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവന് എനിക്ക് കഴിഞ്ഞ ആഴ്ച പോലും ഒരു പെൺകുട്ടി, ഒരു റാൻഡം പെൺകുട്ടി, എനിക്ക് ഇവള് ഈ ഒരു ടോപ്പിക് പറയുന്നതുകൊണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തതാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച പോലും അവള് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് അവന് ഇന്ന ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു, അവൾക്ക് അവനെ മനസ്സിലായി, അവന് മനസ്സിലായിക്കൊണ്ട് അവൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്റെ കോളേജിലെ സീനിയർ എനിക്ക് 2 ആഴ്ച മുന്നേ മെസ്സേജ് അയച്ചു, അവനെ കണ്ടുടി ഞാൻ, എനിക്ക് പേടിയായി. അവനിങ്ങനെ ഒരു ബസ്സിൽ കയറുന്നു, ബസ് സ്റ്റാർട്ട് ആകുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, അടുത്ത ബസ്സിൽ കയറുന്നു, ആ ബസ് സ്റ്റാർട്ട് ആകുമ്പോൾ അടുത്ത ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, ഇങ്ങനെ ബസ് കയറി ഇറങ്ങി നടക്കുക അത്രേ. ഈ കഴിഞ്ഞ ആഴ്ച വരെ 2-3 പെൺകുട്ടികൾ മസ്താനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഈ സവാദിനെ പറ്റിയിട്ടാണ് പറയണത്. ഈ വട്ടിയൂർക്കാവ് അജിത്ത് എന്ന് പറയുന്നവന് എന്തോ മാനസികമായിട്ടുള്ള അസുഖമുണ്ട്. ഇവനാണ് ശരിക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇവനെ പോലെയുള്ളവന്മാരാണ് ക്രിമിനൽസിന് പ്രോത്സാഹനം കൊടുക്കുന്നത്. അതായത് നിങ്ങൾ വീണ്ടും ഇതുപോലുള്ള കുറ്റങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തിട്ട് വാ, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഒരു അസോസിയേഷൻ തുടങ്ങി, ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാന്നും പറഞ്ഞ്. So I knew this would come because he was doing it. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവര് ഞരമ്പനാണോ ശരിക്കും?
എന്താ അവന്റെ അസുഖം ഇനി എല്ലാരും കൂടെ തീരുമാനിക്കട്ടെ. ഞാനിപ്പോ എന്ത് പറയാൻ അവനെ കുറിച്ച്? അവന്റെ കാണിച്ചോട്ടിലൊക്കെ കാണിച്ചു, എനിക്കൊരു 2 നല്ല വർഷം തന്നു. അപ്പൊ പിന്നെ ഞാൻ ഇനി സമാധാനമായിട്ട് കുറച്ചധികം ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നടക്കട്ടെ. അല്ലാത്തൊരു കഷ്ടം തന്നെ. എന്നിട്ട് ഇവനെ പോലെയുള്ളവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി, വ്യക്തിയൊക്കെ വന്നിരുന്ന് ബോബി ചെമ്മണ്ണൂരിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് അതിനകത്ത് കുറച്ചൊക്കെ ന്യായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവനെ പോലെയുള്ള ക്രിമിനലിനെ പറയാതെ അയാൾ സപ്പോർട്ട് ചെയ്യുവാണ്. അതായത് രാഹുൽ ഈശ്വർ പറയണത് ഇപ്പോഴും അയാൾ അക്യൂസ്ഡ് അല്ലേ, അയാൾ ഒരിക്കലും ഒരു കുറ്റവാളിയായിട്ട് കോടതി വിധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറയണത്. അതൊക്കെ ഒരു ന്യായീകരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് 24 ന്യൂസിനകത്ത് ഒരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് രാഹുൽ ഈശ്വർ പറയുന്നൊരു കാര്യം ഞാൻ കേൾപ്പിക്കാം. ആ നന്ദിതയുടെ വേദനയും വിഷമത്തെയും ധാർമ്മിക രോഷത്തെയും പക്ഷേ അതോടൊപ്പം തന്നെ താങ്കൾ ഈ പറയുന്ന സവാദിനൊപ്പവും നിൽക്കും അല്ലേ? സവാദിനൊപ്പം ആരും നിൽക്കുകയല്ല, കോടതിയുടെ വിധി വരട്ടെ. അങ്ങനല്ലേ ഈ നാട്ടിൽ കേസുകൾ നമുക്ക് എടുക്കാൻ കഴിയൂ. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അനുജ മാഡം അവിടെ ഉണ്ടായിരുന്നില്ല, നന്ദിത അവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ നന്ദിത അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നന്ദിത നേരിട്ട കാര്യത്തെ കുറിച്ചാണല്ലോ നന്ദിത ഈ പറഞ്ഞുകൊണ്ട് വീണ്ടും നന്ദിത തന്നെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ, ഞാൻ ഈ 14ന്റെ കേസിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ നന്ദിത ഇല്ലായിരുന്നല്ലോ. നന്ദിതയുടെ കേസിൽ മെറിറ്റ് കോടതി തീരുമാനിച്ചോട്ടെ. ഞാൻ 2 ആംഗിളുകൾ കേട്ടു. കർശനമായ ഉപാധികളോടെ അന്ന് പറഞ്ഞു വിട്ടതാണ് ഇയാളെ. അതായത് അതെ, എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നൊക്കെ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിലിപ്പോ വലിയ ഉറപ്പില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കിയുള്ളൂ ഇതൊക്കെ ഒരു ന്യായീകരണമാണ്. കാര്യം ഈ മെൻസ് അസോസിയേഷനകത്ത് ഈ പറയുന്ന രാഹുൽ ഈശ്വറും ഉണ്ട്. ഇയാൾക്ക് പരസ്യമായിട്ട് വന്നിരുന്നിട്ട് ഈ വട്ടിയൂർക്കാവ് അജിത്തിനെ ഒന്നും തള്ളി പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇയാൾ ഒരുമാതിരിയിൽ അവിടെ ഇവിടെ തൊടാതെ വന്നിരുന്ന് സംസാരിക്കുകയാണ്, ഒരു ഉളുപ്പുമില്ലാതെ. വലിയ 50,000 രൂപയുടെ ബോണ്ട്, കൂടാതെ 2 ആൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെ, അത് പിന്നീട് അല്ല അതെ, അതുകൊണ്ട് ആ കേസ് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് യോജിപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന 4 പേർക്കും അല്ലെങ്കിൽ മാഡം കൂടെ കൂട്ടി 5 പേർക്ക് നന്ദി ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് അങ്ങ് മെഴുകുവാണ് ന്യായീകരിച്ച്. കൊള്ളാം. എന്തായാലും ആ ഒരു പെൺകുട്ടി ഈ ഒരു ചാനൽ ചർച്ചയ്ക്കകത്തുണ്ട്. 24 ന്യൂസിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ നന്ദിത എന്ന് പറയുന്ന, അതായത് ഈ മസ്താനി, ആ കുട്ടിയെ മുന്നിൽ ഇരുത്തിയിട്ടാണ് യുവമാർ വന്നിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള ന്യായീകരണം പറയുന്നത്. പ്രത്യേകിച്ച് ഈ വട്ടിയൂർക്കാവ് അജിത്ത് എന്ന് പറയുന്നവൻ, അവൻ പറയുവാണ് അന്ന് ഈ പറയുന്ന മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് വിധേനയും സവാദിനെ അകത്താക്കുമെന്ന്. അപ്പം മേ ബി ഇനി അങ്ങനെ ഒരു ചാൻസ് ആയിക്കൂടെ എന്നൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ മുന്നിലിരുന്നൊക്കെയാണ് ഇവൻ വിളിച്ച് പറയണത്. ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.